അങ്ങനെ നവീൻ തന്റെ മനസ്സിൽ സൂക്ഷിച്ച പ്രണയം നന്ദുവിനോട് തുറന്നു പറയാൻ തീരുമാനിച്ച ദിവസം. എന്നാൽ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. നന്ദുവിനോടുള്ള പ്രണയം തുറന്നു പറയുക എന്ന ലക്ഷ്യത്തോടെയാണ് നവീൻ ആ റെസ്റ്റോറന്റിലേക്ക് എത്തിയത്. ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഉൾപ്പെടെ എല്ലാ ഒരുക്കങ്ങളും അവൻ അവിടെ പൂർത്തിയാക്കിയിരുന്നു. നന്ദുവിനെ മാത്രമാണ് നവീൻ അവിടേക്ക് ക്ഷണിച്ചത്. എന്നാൽ അവിടേക്ക് എത്തിയ നവീൻ കണ്ട കാഴ്ച അവന്റെ ഹൃദയം തകർക്കുന്ന കാഴ്ചയായിരുന്നു. താൻ ജീവന തുല്യ സ്നേഹിക്കുന്ന നന്ദു അനിയുടെ കൈകളിൽ ചേർന്ന് നിൽക്കുന്നു. അനിയും നന്ദുവും തമ്മിലുള്ള അടുപ്പം അവൻ നേരിട്ട് കണ്ട് ആകെ ഞെട്ടിത്തരിച്ചു പോയി. നവീന്റെ പ്ലാനുകളെല്ലാം തന്നെ അവിടെ തകിടം മറിഞ്ഞു. നന്ദു ആവട്ടെ നവീന്റെ ഉദ്ദേശം അറിയാതെ അനിയെയും അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. റെസ്റ്റോറന്റിലെ മനോഹരമായ അലങ്കാരങ്ങൾ കണ്ട് അനിയും നന്ദുവും അത്ഭുതപ്പെട്ടു. ആ അവസരത്തിൽ അനി തന്റെ സുഹൃത്തുക്കളായ രാകേഷിനെയും വിഘ്നേഷിനെയും അങ്ങോട്ടേക്ക് ക്ഷണിച്ചിരുന്നു. വൈകിയെത്തിയ നവീൻ അനിയും നന്ദുവും അത്രമേൽ അടുത്തു നിൽക്കുന്നത് കണ്ട് സഹിക്കാനാവാതെ തരിച്ചുപോയി. രാകേഷും വിഘ്നേഷും അവനെ തടയാൻ ശ്രമിക്കുകയും കട്ടുറുമ്പാവരുത് എന്ന് പറഞ്ഞ് തമാശയാക്കുകയും ചെയ്തുവെങ്കിലും നവീന്റെ ദേഷ്യം അടങ്ങിയില്ല. അവൻ ആരോടും ഒന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. എന്നാൽ ആ റെസ്റ്റോറന്റിലെ ജീവനക്കാരോടുള്ള സംസാരത്തിൽ നിന്ന് നന്ദുവിന് സത്യം മനസ്സിലാവുന്നു. നവീൻ ഒരുക്കിയത് ഒരു പ്രപ്പോസൽ രംഗമായിരുന്നുവെന്നും അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടി താനായിരുന്നു എന്നും അവൾ തിരിച്ചറിഞ്ഞു. അങ്ങനെ സത്യമല്ല മനസ്സിലാക്കിയതിനു ശേഷം നന്ദുവും അനിയും ചേർന്ന് നവീന്റെ ജീവിതം സേഫാക്കാൻ വേണ്ടിയിട്ട് ഒരു കടുത്ത തീരുമാനം തന്നെ എടുക്കുന്ന ഒരു അടിപൊളി സൂപ്പർ റിവ്യൂ ആട്ടോ പറയുന്നത്. അങ്ങനെ നവീന്റെ വീട്ടിലെ ഒരു രസകരമായ രംഗമാണ് കാണിക്കുന്നത്. നവീന്റെ അമ്മ അവന്റെ വിവാഹകാര്യം സംസാരിക്കാൻ വേണ്ടി മുറിയിലേക്ക് വരുന്നു. മനസ്സമാധാനം തരാത്ത പെൺകുട്ടികൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബം തകരും എന്ന പതിവ് പല്ലവുമായിട്ട് അമ്മ എത്തുമ്പോൾ താൻ ഒരു കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും സമയം വരുമ്പോൾ പറയാമെന്നും നവീൻ മറുപടി നൽകി. എന്നാൽ ആ പെൺകുട്ടി ആരാണെന്നറിയാൻ വേണ്ടിയിട്ട് അമ്മ നിർബന്ധം പിടിച്ചു. നാളെ രാവിലെ ആ പെൺകുട്ടിയെക്കുറിച്ച് വെളിപ്പെടുത്താമെന്ന് നവീൻ അമ്മക്ക് ഉറപ്പ് നൽകി. അമ്മ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നാളെ തന്നെ നന്ദുവിനോട് ഇഷ്ടം തുറന്നു പറയാമെന്ന പ്രതീക്ഷയിൽ നവീൻ സന്തോഷിക്കുന്നു. അതേസമയം നന്ദുവിന്റെ വീട്ടിൽ മറ്റൊരു നാടകം നടക്കുന്നു. യൂണിഫോം ധരിക്കാതെ സോഫയിൽ ഇരിക്കുന്ന നന്ദുവിനെ കണ്ട് അമ്മ കനകദുർഗ കാര്യം തിരക്കി. അന്നേരം നന്ദു തനിക്ക് തലവേദനയാണെന്ന് കള്ളം പറഞ്ഞു. സത്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് നവീനെ കാണാൻ പോവാനുള്ള പ്ലാനായിരുന്നു അവൾക്ക്. കനകദുർഗ കടുപ്പത്തിലൊരു ചായ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നന്ദു അത് നിരസിച്ചു. അച്ഛൻ ഗോവിന്ദൻ മകൾക്ക് പിന്തുണയായി എത്തുന്നുവെങ്കിലും കനകദുർഗ വിടുന്നില്ല. അനിയുമായിട്ടുള്ള ബന്ധത്തെ കനകദുർഗ വീണ്ടും വിമർശിച്ചു. അനിയെ നിന്റെ മനസ്സിൽ നിന്നും കളയണം, അവനെ നിനക്ക് കിട്ടില്ല. കനകദുർഗ അങ്ങനെ തീർത്തും പറഞ്ഞു. ഇത് കേട്ടിട്ട് നന്ദുവിന് വല്ലാത്ത വിഷമമായി. ഇതേ സമയത്തിന് കോടതിയിൽ വെച്ച് ഒരു കേസ് വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് നവീൻ. സുഹൃത്ത് ഷമീർ അവനെ അഭിനന്ദിക്കുന്നു. എന്നാൽ ഈ സമയത്ത് പോലും നവീന്റെ മനസ്സ് മുഴുവൻ തന്റെ പ്രണയത്തിലായിരുന്നു. ഒരു പെൺകുട്ടി തന്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നും അവൾ ഒരു പുലിക്കുട്ടിയാണ് എന്നൊക്കെ നവീൻ സുഹൃത്തിനോട് പറഞ്ഞു. തന്റെ പ്രണയം തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവൻ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒരുക്കാനും പൂക്കൾ സമ്മാനിക്കാനും സുഹൃത്ത് ഉപദേശിച്ചു. അങ്ങനെ നവീൻ തന്റെ പ്രണയം നന്ദുവിനോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് ആ ഒരു വലിയ പ്രപ്പോസലിന് തയ്യാറായി. അനന്തപുരിയിൽ ആദർശ് അനിയെ ബിസിനസ് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. ഇതിനിടയിലാണ് നന്ദുവിന്റെ കോള് അനിയുടെ ഫോണിലേക്ക് വരുന്നത്. ആദർശ് അത് ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ പോലും അനി അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു. എന്നാൽ ആദർശ് അത് കൈയോടെ പിടികൂടി. മോനെ അനി, എനിക്കും നയനക്കും നിന്റെ കാര്യത്തിൽ യാതൊരുവിധ എതിർപ്പുമില്ല. പക്ഷേ ഇളമയുടെ മനസ്സ് മാറണം. അല്ലാതെ നീ ഒരിക്കലും നന്ദുവിന് അമിത പ്രതീക്ഷ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആദർശ് അനിയെ ഉപദേശിച്ചു. അങ്ങനെ ആദർശ് അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം അനി നന്ദുവിനെ തിരിച്ചു വിളിച്ചു. നവീൻ കാണാൻ വിളിച്ച കാര്യം നന്ദു അനിയോട് പറഞ്ഞു. താൻ ഫ്രീ ആണെന്നും വൈകുന്നേരം കാണാമെന്നും അനി സമ്മതിച്ചു. പോലീസ് സ്റ്റേഷനിൽ സക്കരിയ എന്ന പോലീസുകാരൻ SI നന്ദുവിനോട് ലീവ് ചോദിക്കുന്ന രസകരമായ രംഗം. ഭാര്യയ്ക്കും മക്കൾക്കും വസ്ത്രമെടുക്കാൻ പോകാനെന്ന വ്യാജേന ലീവ് ചോദിച്ച സക്കരിയയെ നന്ദു കൊടുക്കുന്നു. സക്കരിയയുടെ ഭാര്യ നന്ദുവിനെ വിളിച്ചുവെന്നും ലീവ് കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കുന്നുവെന്നും നന്ദു വെളിപ്പെടുത്തി. തന്നോട് കള്ളം പറഞ്ഞതിന് സക്കരിയയ്ക്ക് നന്ദു കണക്കിന് കൊടുത്തു. പിന്നീട് നവീൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ നന്ദുവിനെ വിളിച്ചു. വളച്ചുകെട്ടില്ലാതെ ഇന്ന് രാത്രി ഫ്രീ ആണോ എന്ന് ചോദിക്കും. നന്ദു സമ്മതിക്കുകയും ലൊക്കേഷൻ അയച്ചു തരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നന്ദു എത്തുന്നതിന്റെ സന്തോഷത്തിൽ നവീൻ പ്രൊപ്പോസലിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങി. അന്ന് വൈകുന്നേരം നന്ദു പുറപ്പെടാൻ തുടങ്ങുമ്പോൾ കനകദുർഗ തടഞ്ഞു. നവീനെ കാണാനാണ് താൻ പോകുന്നത് എന്ന് നന്ദു പറഞ്ഞിട്ട് പോലും കനകദുർഗക്ക് സംശയമായിരുന്നു. ഇനി ഒരു പക്ഷേ നന്ദു അനിയെ കാണാൻ വേണ്ടിയിട്ട് പോവാണോ എന്ന്. ഒടുവിൽ ഗോവിന്ദന്റെ ഇടപെടലോടുകൂടെ തന്നെ നന്ദു വീട്ടിൽ നിന്നും ഇറങ്ങി. വഴിയിൽ വെച്ച് അനി അവളെ വിളിക്കുന്നുണ്ട്. അവർ ഒരുമിച്ച് ബൈക്കിൽ റെസ്റ്റോറന്റിലേക്ക് പോയി. ഇതേ സമയത്തിന് നവീൻ നന്ദുവിന് നൽകാനായി പൂക്കളെല്ലാം വാങ്ങിച്ചു. അവിടെ വെച്ച് പഴയ സുഹൃത്തായ ദേവികയെ കണ്ടുമുട്ടുന്നു. അവളുടെ നിർബന്ധത്തിന് വഴങ്ങി നവീൻ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു. ഇത് നവീനെ ആ ഒരു പറഞ്ഞ സമയത്തിൽ നിന്നും വൈകിപ്പിക്കുന്നു. ട്രാക്കിൽ കുടുങ്ങിയ നവീൻ ആകെ അസ്വസ്ഥനായി. ഇതേ സമയത്തിന് അനിയും നന്ദുവും റെസ്റ്റോറന്റിലേക്ക് എത്തി. അവിടുത്തെ കാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റപ്പ് എല്ലാം കണ്ടപ്പോൾ അവർ ആകെ അത്ഭുതപ്പെട്ടു. രാകേഷും വിഘ്നേഷും അവിടെ എത്തിയിരുന്നു.
അനയും നന്ദുവും ചേർന്ന് നിൽക്കുന്നത് കണ്ട് അവർ മാറി നിന്നു. ഒടുവിൽ ഈ സമയത്തായിരിക്കും നവീൻ അങ്ങോട്ടേക്ക് ഓടിയെത്തുന്നത്. പൂച്ചെണ്ടുമായി ആവേശത്തോടെ തന്റെ പ്രണയം തുറന്നു പറയാനായിരിക്കും, നന്ദുവിനോട് തന്റെ പ്രണയം തുറന്നു പറയാനായിരിക്കും നവീൻ അങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് നവീൻ എത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് താൻ സ്നേഹിക്കുന്ന ആ പെൺകുട്ടി തന്റെ സുഹൃത്ത് അനിയുടെ ഒപ്പം കൈപിടിച്ച് നിൽക്കുന്നതാണ്. ആ കാഴ്ച നവീനെ ആകെ തകർത്ത് കളഞ്ഞു. കയ്യിലുണ്ടായിരുന്ന പൂച്ചെണ്ടുകൾ അവൻ പെട്ടെന്ന് തന്നെ താഴേക്കിട്ടു. നിരാശയും ദേഷ്യവും സങ്കടവും അവനെ ആകെ വരിഞ്ഞു മുറുക്കി. രാകേഷിനെയും വിഘ്നേഷെയും തള്ളി മാറ്റിക്കൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നവീന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ നന്ദു കാര്യം അന്വേഷിക്കാൻ ജീവനക്കാരോട് സംസാരിച്ചു. അപ്പോഴാണ് നന്ദു ആ ഒരു വലിയ സത്യം തിരിച്ചറിഞ്ഞത്. ആ കാൻഡിൽ ലൈറ്റ് ഡിന്നറും ഒരുക്കങ്ങളെല്ലാം തന്നെ നവീൻ തനിക്കായി ഒരുക്കിയതാണ് എന്നും നവീൻ പ്രണയിക്കുന്നത് നന്ദുവിനെയാണ് എന്ന കാര്യം ഞെട്ടലോടെ തന്നെ നന്ദു മനസ്സിലാക്കുന്നു. അനി ചോദിച്ചിട്ടും ഒന്നും പറയാതെ വലിയൊരു കുറ്റബോധത്തോടെ നന്ദു അവിടെ നിന്നും മടങ്ങി. നവീന്റെ പ്രണയം തിരിച്ചറിയാതെ പോയതിന്റെ വേദന അവളിൽ നിറഞ്ഞു നിന്നിരുന്നു. നവീൻ ഇത്രകാലം എല്ലാവരോടും തന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിയുണ്ട് എന്നും ആ പെൺകുട്ടിയെ നവീൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നന്ദുവിനെ കുറിച്ചായിരുന്നല്ലോ പറഞ്ഞത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ കുറ്റബോധത്തിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.